ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ചെയ്യാം. പക്ഷെ മത്സരം കഴിയുമ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. അത് ഡബിൾ ഓക്കെ. പക്ഷെ മത്സരവേദിയിൽ അമ്മയും അമ്മായിയമ്മയും കുഞ്ഞേച്ചിയൊക്കെ കാണുമ്പോ മോളെ മറക്കരുത്. മറന്നാൽ ഞങ്ങള് ബോധപൂർവം പപ്പിമോളെ അങ്ങ് മറക്കും. ഇല്ല, ഞാൻ കൂടെ നിന്നോളാം. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും സഹിച്ചോളാം, എന്തും. രോഹിത്, നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കരുത്. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഹലോ എടി മോളെ, ഈ ശാരദാമ്മയും സത്യഭാമയും മത്സര സ്ഥലത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടി, നീ അവിടെ പോയി എന്ത് വെട്ടിട്ട് കൊടുത്താലും നീയേ ജയിക്കും. ചിറ്റപ്പനപ്പൊ പണി തുടങ്ങിയല്ലേ? പിന്നെ തുടങ്ങാതിരിക്കാൻ പറ്റും മോളെ. മത്സരിക്കുന്നതേ ചിറ്റപ്പന്റെ സുസ്ഥിത മോളല്ല. പിന്നൊരു കാര്യം. ചിറ്റപ്പൻ പറഞ്ഞു. എടി, അവര് രണ്ടുപേരും സമയത്തിന് എത്തില്ല എന്ന് മാത്രമല്ല, മത്സരത്തിലെ പങ്കെടുക്കുകയില്ല. ഈ 10 ലക്ഷം ട്രോഫിയും കിട്ടിക്കഴിയുമ്പോഴേ ട്രോഫി മക്കളെടുത്തോ. പക്ഷേ 10 ലക്ഷത്തിന്റെ ഒരു വിഹിതം ചിറ്റപ്പന് തരണം കേട്ടാ. ഈ വിജയം എന്റെ ഒപ്പം എന്റെ ചിറ്റപ്പൻ കൂടി ആഘോഷിക്കും. പറഞ്ഞെന്റെ പൊരുള് മനസ്സിലായല്ലോ. ചിറ്റപ്പന് സന്തോഷിക്കാനുള്ളത് ഈ സുസ്മിത അറിഞ്ഞു തരുമെന്ന്. അതനുസരിച്ച് ചിറ്റപ്പനൊന്ന് അറിഞ്ഞു നിന്നാ മതി. ഏത് മത്സരാർത്ഥിയെയും നമ്മൾ പൊട്ടിച്ചിരിക്കും. ഓക്കേടി. അപ്പൊ മോളെ, നീ പെട്ടെന്ന് പോരെ. രോഹിത്, ഗംഭീര സെറ്റപ്പാണല്ലോ. സംഗതി നമ്മളെ അറിയിക്കാതെയാണ് അവള് വന്നെങ്കിലും വലിഞ്ഞേറി അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. ഇയാള് പണിക്കൊന്നും പോകത്തില്ല. ഇവിടെ ഉണ്ടാ സുസു. ഹായ്, ഞാൻ എത്തി. എന്ത് പിടിച്ചില്ലേ? തുടങ്ങട്ടെ?
പ്ലീസ്. ഡിയർ ഫ്രണ്ട്സ്, പാചകം ഒരു കലയാണോ? ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോടാണ്. കാരണം നമ്മുടെ വീടുകളിൽ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക. ആ ഭക്ഷണത്തിന് രുചി കൂടും എന്നാണ് പറയുക. കാരണം അവരതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശംസാവാചകം എല്ലാം കൊണ്ടും അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പാചകം നൃത്തം പോലെ, സംഗീതം പോലെ ഒരു കല തന്നെയാണ്. എവിടെന്ന് ചുമ്മാ അടിച്ചു വിടണേണ്. യൂട്യൂബിൽ പാചക പണി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവളുടെയൊക്കെ വീട് പട്ടിണിയായിരിക്കും. KPT കമ്പനി പുതിയതായി പുറത്തിറക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫുഡ് കോമ്പറ്റീഷന് വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നളനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാചക വിദഗ്ധൻ എന്നാണ് ഐതിഹ്യം. പക്ഷേ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പാചക കലയിലെ റാണിയെ കണ്ടെത്തുന്ന അതിശക്തമായ ഒരു മത്സരമാണ്. ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന് കമ്പനി ചെയർമാനായ സാബു വർഗീസ് സാറിനോട് തന്നെ ചോദിക്കാം. പറയൂ സർ. കഴിഞ്ഞ 40 വർഷമായി ചെമ്മീൻ എക്സ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് KPT. KPTയുടെ പുതിയ സംരംഭമാണ് പരിശുദ്ധം കറി മസാല കൂട്ട്. ശുദ്ധമായ കറി മസാല പൊടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുതന്നെയാണ് KPTയുടെ ലക്ഷ്യവും. മത്സരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന 4 ടീമുകൾക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയികളാവുന്നവർക്ക് KPT നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന 4 ടീമുകളും ഈ മേഖലയിൽ പ്രഗത്ഭരും പ്രശസ്തരുമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം തികച്ചും വാശിയേറിയതുമായിരിക്കും. വാശി മാത്രമേ ഉള്ളൂ, പാചകം ഇല്ല. പിന്നെ പാചകമുണ്ട്, അതാവശ്യത്തിന്. അതിൽ ഇവള് തന്നെ ഫസ്റ്റ്.